അന്ന് ഞാൻ ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് ഇതുവരെ പഠിച്ച പാഠങ്ങളെക്കാൾ ഏറ്റവും വലിയ പാഠങ്ങളായിരുന്നു ഞാൻ ഇന്നോളം പഠിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പുതിയ ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ നല്ല മണമുള്ള കുറച്ച് പെർഫ്യൂമുകൾ വാങ്ങിക്കാനോ എന്തിനു പോട്ടെ യാത്ര പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, ഉപ്പ ഉണ്ടായിരുന്നു, എൻ്റെ അനിയന്മാരുണ്ടായിരുന്നു. അവരല്ലാതെ ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ പോയപ്പോൾ എല്ലാവരും വന്നിറങ്ങുന്നത് നല്ല വില കൂടിയ കാറുകളിലാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ബസ്സിലും. കാരണം അന്നെൻ്റെ കയ്യിൽ ആകെ തികഞ്ഞ് കയ്യിലെടുക്കാനുണ്ടായിരുന്നത് വെറും അന്ന് ഉപ്പ പണിക്ക് പോയതിൻ്റെ മിച്ചം വന്ന് എനിക്ക് തന്ന ഒരു 150 രൂപ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതിൽ 50 രൂപ ഞാൻ ഉപ്പാക്കനെ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ആ 100 രൂപ കൊണ്ടാണ് അന്ന് ഞാൻ കോഴിക്കോട് പോയി ബസ് ഇറങ്ങിയത്. കാരണം അന്ന് എനിക്കറിയാം ആ തിരിച്ചു കൊടുത്ത 50 രൂപക്ക് എൻ്റെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നു പോവുക എന്നുള്ളത്. അന്നാണെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ വരണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ 80,000-ന് മുകളിൽ പൈസ വേണം, കയ്യിൽ കാശ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം നടക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ അത്രയും ടെൻഷനിലായിരുന്നു ഞാൻ എയർപോർട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ജീവിതത്തിൽ ഒന്നും ആകാതെ പോയ ഒരുത്തൻ്റെ അത്രയും നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയിലിരിക്കുന്ന ആ മുഖഭാവം കണ്ടിട്ടായിരിക്കണം ആരും ഒന്നും ചോദിച്ചില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി ഏതെങ്കിലും രാജ്യത്തൊക്കെ പോയിട്ട് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ശരിക്കും അങ്ങനെ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ രാജ്യത്ത് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റും. അന്ന് പൂരപ്പറമ്പിൽ മാത്രം കണ്ടുപരിചയമുള്ള ആ ഒരു കളിപ്പാട്ടം അതിനകത്ത് ഞാൻ കയറി. അന്ന് ആ വിമാനം പറന്നുയർന്നത് എൻ്റെ ഒരുപാട് സങ്കടങ്ങളും കൊണ്ടും എൻ്റെ ഒരു കുഞ്ഞു സ്വപ്നത്തെയും കൂട്ടിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, വലിയ മോട്ടിവേഷനായിട്ടൊന്നും എടുക്കേണ്ട. ജീവിതത്തിൽ എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റുന്നോ അത്രമാത്രം നമ്മൾ റിസ്ക് എടുക്കുക.